In the picture, a circle is drawn with a lion's diameter and a smaller circle with half the lion's diameter. Prove that any chord of the larger circle through the point where the circles meet is bisected by the small circle. അതായത് ഈ ചിത്രത്തിൽ ഒരു സർക്കിൾ വരച്ചിട്ടുണ്ട്. അത് സർക്കിൾ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ്, ലാർജർ സർക്കിളും സ്മാളർ സർക്കിളും. ലാർജർ സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ ഹാഫ്, ലാർജർ സർക്കിളിൻ്റെ ഡയമീറ്ററിൻ്റെ ഹാഫാണ് സ്മാളർ സർക്കിളിൻ്റെ ഡയമീറ്റർ. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പ്രൂവ് ദാറ്റ് എനി കോഡ് ഓഫ് ദി ലാർജർ സർക്കിൾ. ലാർജർ സർക്കിളിൽ നിന്നൊരു കോഡ് പോയിട്ടുണ്ട്. ഈ കോഡ് സർക്കിൾസ് ആയിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത് സ്മാൾ സർക്കിളിൽ എന്ത് ചെയ്യപ്പെടുന്നു? ബൈസെക്റ്റ് ചെയ്യപ്പെടുന്നു. ബൈസെക്റ്റ് ചെയ്യപ്പെടുക എന്ന് വെച്ചാൽ ഈക്വലി ഡിവൈഡ് ചെയ്യപ്പെടുന്നു. കോഡ് സ്മാൾ സർക്കിളുമായി മീറ്റ് ചെയ്യുന്നിടത്ത് വെച്ചിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഇത് ഈക്വലായിട്ടാണോ ഡിവൈഡ് ചെയ്യപ്പെടുന്നത് എന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്ത് കാണിക്കാം. വേറൊരു ഫിഗർ വരച്ചിട്ടുണ്ട്. നോക്കൂ, എ ബി എന്ന് പറഞ്ഞാൽ വലിയ സർക്കിളിൻ്റെ ഡയമീറ്ററാണ്. എ ഒ എന്ന് പറയുന്നത് ചെറിയ സർക്കിളിൻ്റെ ഡയമീറ്ററാണ്. എ മുതൽ ഒ വരെയുള്ള അളവിനെ എക്സ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെയോ ഞാൻ ഇങ്ങനെ രണ്ട് കോഡ് കൂടി വരച്ച് ചേർത്തു. ഓക്കെ, ആ കോഡ് വരച്ച് ചേർത്തതിന് ശേഷം നോക്കുമ്പോൾ നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് ഇതിനകത്ത് ഫോം ആയതായി കാണാം. എങ്ങനെയുള്ള ട്രയാങ്കിൾസാണ്? റൈറ്റ് ട്രയാങ്കിൾസ് ഫോം ആയതായിട്ട് കാണാം. നോക്കൂ, ഇതിൽ നോക്കൂ ഏതൊക്കെയാണ് റൈറ്റ് ട്രയാങ്കിൾസ്? എ ഒ ഡിയും എ ബി സി. അങ്ങനെ രണ്ട് റൈറ്റ് ട്രയാങ്കിൾസാണ് ഫോം ആയത്. എന്തുകൊണ്ടാണ് ഇവിടെ റൈറ്റ് ട്രയാങ്കിൾസ് ഫോം ആയതെന്ന് അറിയാമായിരിക്കും. എന്താണ്? സെമി സർക്കിളിൽ ഓൺ ദ സർക്കിളിലാണ് തേർഡ് ആംഗിൾ ഫോം ആയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായി പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? റൈറ്റ് ട്രയാങ്കിളാണ് ഇതിനകത്ത് ഫോം ആയിട്ടുള്ളത്. അങ്ങനെ രണ്ട് ഈക്വലായിട്ടുള്ള റൈറ്റ് ട്രയാങ്കിളാണ് ഫോം ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കതൊന്ന് എഴുതി നോക്കാം. ഇൻ ദ ഫിഗർ വി ഹാവ് ടു പ്രൂവ് ദാറ്റ്. എന്താണ് ഈ ഫിഗറിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? എ ഡി ഏതിന് ഈക്വലാണ്? ഡി സിക്ക് ഈക്വലാണ്. എ ഡി ഡി സിക്ക് ഈക്വലാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. എ ഒ എന്തിന് ഈക്വലാണ്? എക്സിന്. എ ഒ ഇസ് ഈക്വൽ ടു എക്സ്. അങ്ങനെയാണെങ്കിൽ എ ബിയോ എ മുതൽ ഒ വരെ എക്സ് ആണെങ്കിൽ എ മുതൽ ബി വരെ 2x ആയിരിക്കും അല്ലേ? എക്സ് പ്ലസ് എക്സ് 2x. അതാണ് എ ബി ഇസ് ഈക്വൽ ടു 2x. ഇനി രണ്ട് ട്രയാങ്കിൾ ഫോം ആയാലേ ഏതൊക്കെയാണ്? റൈറ്റ് ട്രയാങ്കിളായ രണ്ടെണ്ണം ഏതൊക്കെയാണ്? ട്രയാങ്കിൾ എ ഒ ഡി, അതുപോലെ ട്രയാങ്കിൾ എ ബി സി. ഇത് രണ്ടും എന്താണ്? ഈക്വലാണ്. അതുപോലെ രണ്ടും റൈറ്റ് ട്രയാങ്കിളാണ്. റീസൺ എന്താണ്? ആംഗിൾ ഡി, ആംഗിൾ സി. ഇത് രണ്ടും എന്താ? 90 ഡിഗ്രിയാണ്. കാരണം എന്താണ്? ഇത് ഓൺ ദ സർക്കിളിലാണ് വരുന്നത്. എങ്ങനെയാണ്? ഓൺ ദ സർക്കിൾ ഏതിൽ? സെമി സർക്കിളിൽ ഓൺ ദ സർക്കിളിലാണ് എന്ത് വരുന്നത്? ആംഗിൾ ഡിയും ആംഗിൾ സിയും വരുന്നത് കൊണ്ട് 90 ഡിഗ്രി ആംഗിളാണ് അവിടെ ഫോം ആയത്. ഇനി ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ എ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? രണ്ടിൻ്റെയും ആംഗിള് ഏതാണ്? എ തന്നെയാണ് അല്ലേ? രണ്ടിൻ്റെയും ആംഗിൾ എ തന്നെയാണ്. അതുകൊണ്ട് ആംഗിൾ എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഏതിനെ നമുക്ക് കോമൺ ആംഗിൾ എന്ന് പറയാം. രണ്ടിനും ഒരേപോലെയുള്ള ആംഗിൾ വരുമ്പോഴാണ് നമ്മൾ കോമൺ ആംഗിൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്ലേ? അപ്പോൾ രണ്ട് ആംഗിൾസ് ഒരുപോലെയാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേർഡ് ആംഗിളും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ മൂന്ന് ആംഗിളും ഈക്വലാണ്. അത് സിൻസ് ദ സൈഡ്സ് ഓഫ് ദി സിമിലാർ ട്രയാങ്കിൾസ് ആർ പ്രൊപ്പോർഷണൽ. ആംഗിളുകൾ മൂന്നും ഈക്വലാണ്. അതുകൊണ്ട് തന്നെ സൈഡുകളും 3 സൈഡ് ഉണ്ടല്ലേ? രണ്ട് ട്രയാങ്കിൾസിന് 3 സൈഡ് വീതമുണ്ട്. ഈ 3 സൈഡും എങ്ങനെയായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതൊന്ന് പ്രൂവ് ചെയ്യണം. നോക്കൂ, എ ഒ ഡിവൈഡ് ബൈ എ ബി, എ ഒ ഡിവൈഡ് ബൈ എ ബി, എ ഡി ഡിവൈഡ് ബൈ എ സി. ചിത്രം നോക്കൂ, എ ഒ ഡിവൈഡ് ബൈ എ ബി, അതുപോലെ എ ഡി ഡിവൈഡ് ബൈ എ സി. നമുക്ക് എ ഒ എന്തെന്ന് എഴുതാം? എക്സ് എന്ന് എഴുതാം. എ ഒ എ എക്സ് എന്ന് എഴുതാം. എ ബി എയോ 2x എന്നും എഴുതാം. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ടു എ ഡി ഡിവൈഡ് ബൈ എ സി. എ ഒ എക്സ്, എ ബി 2x ഈക്വൽ ടു എ ഡി ഡിവൈഡ് ബൈ എ സി. ഇനി നമുക്കിത് വെട്ടി ചെയ്യാം അല്ലേ? എക്സും എക്സും വെട്ടിപ്പോവും. ഇവിടെ 1x, ഇവിടെ 2x. അപ്പോൾ
1/2 ഉണ്ടല്ലേ, ബാലൻസ് ആ 1/2 ആണ് ഇത്. 1/2 ഈക്വൾ ടു, ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അതുപടി എഴുതി, ഈക്വൾ ടു AD ഡിവൈഡ് ബൈ AC. ഇനി ഇതിനെ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക. AC ഇൻറ്റു 1 AC, ഇനി 2 ഇൻറ്റു AD 2AD. അപ്പോൾ AC ഈസ് ഈക്വൾ ടു 2AD അല്ലേ. AC എന്ന് പറയുന്നത് ADയുടെ 2 മടങ്ങാണ്. അതാണേത്, AC ഈസ് ഈക്വൾ ടു 2AD എന്ന് പറഞ്ഞാൽ AC എന്ന് പറയുന്നത് ADയുടെ 2 മടങ്ങാണ്. AC എന്ന് പറയുന്നത് ADയുടെ 2 മടങ്ങാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. AC ഈസ് ഈക്വൾ ടു 2AD. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മിഡ് പോയിൻ്റ്, ACയുടെ മിഡ് പോയിൻ്റ് ഏതാണ്, D ആണ്. ACയുടെ മിഡ് പോയിൻ്റ് D ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ, AD ഈക്വൾ ടു DC. AD ഈസ് ഈക്വൾ ടു DC. അതായത് ബൈസെക്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ, നമ്മുടെ സ്മാൾ സർക്കിള് ലാർജർ സർക്കിളിലൂടെ പോയ കോഡിനെ ബൈസെക്റ്റ് ചെയ്തു, ഈക്വലി ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് AD ഈസ് ഈക്വൾ ടു DC എന്ന് എഴുതാം. നല്ല എളുപ്പമല്ലേ. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. ഏതെങ്കിലും ഭാഗം മനസ്സിലായിട്ടില്ലെങ്കിൽ അത് കൂടി അറിയിക്കുക. അത് ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നു.